ഗുഡ് മോർണിംഗ് ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ അതാ അമ്മ നയിച്ചിട്ടുണ്ട്, ആദ്യം ഉറങ്ങുകയാണ്. അപ്പോൾ പോവാണ്ട് അപ്പോൾ റെഡി ആയി കഴിഞ്ഞൊരു സമയം ഒരുപാടായിരിക്കും, നേരം വൈകിക്കുന്നത് നയിക്കാൻ. അപ്പോൾ ഏതായാലും പോയാൽ പറ്റട്ട, അമ്മ കിച്ചണിലുണ്ട്, അവിടെ പോയട്ടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങട്ടെ. അപ്പം ഞാൻ രാവിലെ തന്നെ നെയ്ച്ച് ഒക്കെ കഴിഞ്ഞ് റെഡിയായി വന്നതിന് ശേഷം നേരെ നമ്മൾ പോകാൻ റെഡിയായിട്ട്. അപ്പോൾ അമ്മ ഒന്ന് കിച്ചണിലുണ്ട് കേട്ടോ. കിച്ചണിൽ നേരെ പപ്പടം ചുട്ടുകൊണ്ടിരിക്കട്ടെ. അത് കഴിഞ്ഞ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഉപ്പുമാവട്ടെ. പൊതുവേ ഉപ്പുമാവും പപ്പടവും എല്ലാ ദിവസങ്ങളിലും ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മളത് കഴിച്ചാണ് വേഗം പോട്ടും. പിന്നെ എന്താ വെച്ചാൽ ആദ്യമോനാണ് ഉറങ്ങാൻ നെയ്ച്ചിട്ടില്ല കേട്ടോ. ആൾ കുറച്ച് നേരത്തെ നീക്കലുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ നേരത്തെ നീക്കും, ചില ദിവസങ്ങളിൽ അതിനനുസരിച്ച് വൈകിട്ട് നീക്കാറുള്ളൂ കേട്ടോ ആൾ. അങ്ങനെ ഉപ്പുമാവും ചായയും കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ. പിന്നെ എന്താ വെച്ചാൽ മീൻ പൊരിച്ച വേസ്റ്റുണ്ടായിരുന്നു തലേദിവസത്തെ, അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കോറിലെത്തിയിട്ട് പിന്നെ മെഷീൻ്റെ അടുത്തിരുന്നപ്പോൾ ഇങ്ങനെ എടുത്ത വീഡിയോ ഇട്ടത്. അങ്ങനെ രസമായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നേരെ എന്ത് ചെയ്ത് കല്ലൊക്കെ കയറ്റാൻ വേണ്ടി കളത്തിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് കല്ലൊക്കെ കയറ്റിയിട്ടാണ്. കല്ല് കയറ്റിന് ശേഷം പിന്നെ ഞാനെന്താ വെച്ചാൽ അവിടെ നിന്ന് സെക്കൻഡായിട്ട് കയറ്റിനെ കളത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടികൾ കയറ്റുന്ന സ്ഥലത്തിന് സ്ഥലമില്ലാത്തത് കാരണം ചൂട്ടോടുന്ന് മെഷീനൊക്കെ തള്ളി നീക്കിയിട്ടാണ് അവിടെ നിന്ന് കയറ്റിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ലോഡായതിൻ്റെ ശേഷം നേരെ കാലത്ത് പോയിട്ട് കഞ്ഞി കുടിക്കുക വന്നിട്ടോ. കഞ്ഞിയല്ല, ചോറും മീൻ പൊരിച്ചതായിരുന്നു. പക്ഷേ അത് നേരത്ത് നമുക്കതാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിച്ചാണ് നമ്മൾ നേരെ പോകുന്നത് കേട്ടോ. നേരെ വെച്ചിട്ട് നമുക്ക് പോകാനുള്ള കുറച്ച് ലോങ് ആയിട്ട് അങ്ങനെ നമ്മളെ ഒരു കൂട്ടുകാരായിട്ടോ മണവാളൻ അവിടെ ഉണ്ടായിരുന്നു. മണവാളൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടുന്ന് വണ്ടിയിട്ട് പോകട്ടെ. നമ്മൾ താനൂർ ഭാഗത്തേക്കാണ് നമ്മൾ ലോഡ് പോകുന്നത്. അങ്ങനെ പോണ വഴിയിൽ നമ്മളെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയത്. തെയ്യാല എന്ത് രസമാണ് പാടം കാണാൻ. അപ്പം ഇങ്ങനെ അതും നോക്കി ഞങ്ങളങ്ങനെ പോകാൻ കേട്ടോ. നമ്മളെന്താ വെച്ചാൽ പുതിയതായിട്ടൊരു ഓർഡറിൻ്റെ ഒരാളെ കിട്ടിയിട്ടുണ്ട് താനൂർ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ അയാളെയും സെറ്റാക്കിയിട്ടുള്ള യാത്രയാണ്. എന്താ വെച്ചാൽ നമുക്ക് പുതിയ ആളാണ്, ഇത്രയും കാലം നമ്മൾ പോയിട്ടും അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ അറിയാത്തൊരു വ്യക്തിയാണ്. എന്നിരുന്നാലും പോയി നോക്കുക എന്നുള്ള നിലയ്ക്ക് കല്ല് നല്ല കല്ലാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ കല്ലിനും ഓർഡർ തരാനപ്പോൾ താനൂർ ഭാഗത്തേക്ക് അങ്ങനെ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ തെയ്യാല ഭാഗത്ത് ടൗണിലെത്തി അങ്ങനെ പോയിട്ട് ഇവിടുന്ന് പിന്നെ എന്താ വെച്ചാൽ തെയ്യാലും നമ്മൾ എണ്ണ പറ്റ കുറവായിരുന്നു കേട്ടോ. അടിമുട്ടിയിരുന്നു, എണ്ണ ഏതാണ്ടൊക്കെ അടിമുട്ടിയിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ പൊതുവേ ഒന്നാമത് ലോക്കലും ലോങ്ങും അങ്ങനെ കൂടെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ആയിട്ട് ഓടുന്നതല്ലേ. പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ നേരെ തെയ്യാല പമ്പിൽ നിന്ന് അവിടുന്ന് എണ്ണ അടിച്ച് തെയ്യാല പമ്പിൽ നമ്മൾ പാപ്പനാണ് അവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ സൈറ്റിലെത്തിയിട്ട് ഏതാണ് ചിറക്കൽ ഭാഗത്തിട്ട് നമ്മളെ സൈറ്റിൻ്റെ ഒരാൾ എമ്മത്തും സൈറ്റിൽ നിന്ന് പോകുന്നില്ല. കല്ലിറക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഓരോ കല്ല് വരുമ്പോൾ അത് അങ്ങനെ ഇങ്ങനെ ഇത് പരാതി മാത്രം അയാൾക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് പോകുന്നിട്ട് അവിടുന്ന് പൈസ ചോദിച്ചപ്പോൾ സൈറ്റിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളെന്താ വെച്ചാൽ ഫണ്ട് കിട്ടുകയാണെങ്കിൽ പിന്നെയാണ് പോകണ്ടല്ലോ എന്നുള്ള നിലയ്ക്കാണ് ചോദിച്ചത്. അങ്ങനെ നമ്മൾ താന്നൂർ പാലത്തുമ്പോൾ കൂടെ കേട്ടോ. ഒന്ന് അടുത്ത കാലത്തൊന്നും ഒരുപാട് കാലമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതെന്താ വെച്ചാൽ ഓരോ സമയം വരുമ്പോഴും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് കാണാൻ കൂടി പോകാത്തൊരു കണ്ടീഷൻ. പാലപ്പണി അങ്ങനെ എന്നും പാലം പണി തന്നെയാണ് ആ റൂട്ടിലിട്ട് ഒരുപാട് ദിവസമായിട്ട്. പക്ഷേ ആദ്യം പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു ആയിക്കൂടി. പക്ഷേ ഇപ്പോൾ ഈ പാലം വന്നതിൻ്റെ ശേഷം ഒരു കുഴപ്പമില്ല, അപ്പുറം ഇപ്പുറം പോകാനും കാര്യങ്ങളൊക്കെ നല്ലൊരു സുഖമായിട്ടാണ്. പിന്നെ പാലം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ എൻ്റെ കാഴ്ചപ്പാടിൽ കണ്ടിട്ട്. കാരണം എന്താ വെച്ചാൽ പാലത്തുമ്പോൾ കൂടി നമ്മളെ നാട്ടിലത്തെ പോക്കറ്റോട്ട് കൂടി പോകണ മാതിരിയാണ്. കുണ്ടും കുയ്യും അതേമാതിരി പാലത്തിൻ്റെ ജോയിൻറ്റുകളൊക്കെ അത് വേറെ തന്നെ എടുത്താറുണ്ട്. ഒരു ജാതി ഒരു വൃത്തിയില്ലാത്തൊരു പണിയും കാര്യങ്ങളൊക്കെ ടൈമൊക്കെ കാണുന്നത്. പാലമായിട്ടുണ്ട് തന്നെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കട്ടും കുണ്ടും കുയ്യാണ്. വണ്ടി ഇങ്ങനെ ചാടിയിട്ടാണ് ആ പാലത്തുമ്പോൾ കൂടി പോകണ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പാലം എന്ന് പറയുക എന്താ വെച്ചാൽ ഒരുപാട് കാലമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കണം. പാച്ച് വർക്ക് വരെ ചെയ്തിട്ടുണ്ട് പാലത്തുമ്പോൾ തന്നെ. അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടെ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത കേട്ടോ. എന്തായാലും നമ്മൾ കുറേ കാലത്തിന് ശേഷം അതിനെ കൂടി പോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനം. മറ്റേത് ഒരുപാട് ചിറ്റി അങ്ങനെ പോകേണ്ടി വന്നിരുന്നു സാധാരണ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഡാക്കി വന്നിരിച്ച് പിന്നെ നമ്മൾ നേരെ നമ്മളെ കാറിൻ്റെ അടുത്ത് എത്തിയിട്ട് ഒരുപാട് ദിവസമായാലും ഇതിങ്ങനെ വന്ന് നോക്കുന്നു. ഇടയ്ക്ക് വരും പോവും, ഇടയ്ക്കും പോകും എന്നുള്ള അല്ലാതെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇഞ്ചിന് മാറ്റി കയറ്റാനുള്ളതാണ്. അപ്പോൾ 2 ഇഞ്ചിനും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാസിൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് പൊരിക്കടിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ. ഇതാണ് നമ്മുടെ നാസിട്ട കൂട്ടുകാരനാണ്. അടുത്ത് ഭാവയാണ് രണ്ടാമത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിൽ കഴിഞ്ഞിട്ടാ. അത് കഴിഞ്ഞ് നമുക്ക് രാത്രിയാവാൻ നേരത്തെ ഒരു വണ്ടി കല്ലിറക്കാൻ വരാണ് കേട്ടോ. അവൻ്റെ വൈഫിനിട്ടുള്ള വണ്ടിയിൽ വന്നിട്ട് അങ്ങനെ ഞാൻ ലോഡിങ് തന്നെ എടുത്ത് പോയിട്ട് ഞാൻ സൈറ്റിലെത്തി കല്ലിറക്കി കൊടുത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ നമ്മുടെ സോഡ സൈന് തിരിക്കാനായിട്ട് ഞാൻ ഒന്ന് ഇറക്കാൻ വിളിച്ചിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് വിട്ടു ഷെഫീഖിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്താ വെച്ചാൽ അവിടുന്ന് ഒരു കുറച്ച് മരുന്ന് വാങ്ങേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇതിൻ്റെ ജ്യൂസിൻ്റെ ഒരാൾ വന്നുകാണ്ട് ഗുവാ ജ്യൂസ് അതേമാതിരി ഒരുപാട് ജ്യൂസൊക്കെ തന്നിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കുടിക്കാൻ സാമ്പിളൊക്കെ വന്നതാണ്, കുടിച്ചൊക്കെ വന്നത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആദ്യമോനും ആവണിയും കൂടി പഠിച്ചുകൊണ്ടിരിക്കട്ടോ. അങ്ങനെ അമ്മ ഇവിടുന്ന് ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ഞാൻ ഒരിക്കൽ കൊണ്ടു കൊടുത്തിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കട്ടോ. അത് ഇവിടുന്ന്
അതേമാതിരി ഉപ്പിലിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ അവിടെ വീട്ടിൽ. എല്ലാ സാധനവും ഉണ്ടാവും. ഉപ്പിലിട്ട ബീറ്റ്റൂട്ട്, മാങ്ങ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ. പിന്നെ ഉപ്പിലിടുന്നതിന് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ കേട്ടോ അനിയനാണ്. അനിയൻ അതേമാതിരി എല്ലാ സാധനവും ഇടും കേട്ടോ സുർക്കയിൽ. അത് കാന്താരി മുളക് ഇടും. പിന്നെ അതേമാതിരി മാങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് അവൻ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഉപ്പിലിട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിന്ന് കഴിക്കാൻ സ്പെഷ്യലായിട്ടുള്ളൊരു താളാണ് ഉണ്ട് കേട്ടോ. ചില നാട്ടിൽ ഇതിന് പുഴുക്ക് എന്ന് പറയും, നമ്മുടെ നാട്ടിൽ താള് എന്ന് പറയും. അങ്ങനെ അത് കഴിച്ചു. കാരണം അതൊക്കെ നല്ല ഒരു ഇതാണ്, ചേമ്പിൻ്റെ തണ്ട്, ഒരുപാട് ഐറ്റംസൊക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു സാധനം കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.